അല്ല ഇതെല്ലാം ഞാൻ അന്ന് പറഞ്ഞപ്പോ ഒരാളും വിശ്വസിച്ചില്ലല്ലോ. ഈ സംഗതിക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മറ്റേ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ ഓഗസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മളെ എങ്ങനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് അങ്ങനല്ല. ഇതിനൊരു റിട്ടൺ സ്ക്രിപ്റ്റ് ആണ് ഇല്ലാത്തത്. പക്ഷെ ഈ പ്രോഗ്രാമിന് സത്യത്തിലൊരു പ്ലാൻ ഉണ്ട്. ആര് ജയിക്കണം എന്ന് അവർ തീരുമാനിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ PR കമ്പനിക്ക് കൊടുത്തിട്ട് PR കമ്പനിയെ കൊണ്ട് നമ്മുടെ പേര് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈബായാൽ അവര് തന്നെ ചെയ്യും. അതല്ല എങ്കിൽ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാനാണ്. എന്റെ സീസണിലൊക്കെ അതെന്ത് ന്യായമാണ്? പുറത്തു പോയിട്ട് തിരികെ വരുന്ന ഒരാൾ ജയിക്കുക, പുറത്തു പോയ ഒരാൾ തിരിച്ച് ഷോയിലേക്ക് വന്നിട്ട് വിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് എല്ലാവർക്കും ദേഷ്യമായിരുന്നു. പക്ഷെ അത് ന്യായമാണോ? ഇനി ബിഗ് ബോസിനെ സംബന്ധിച്ച് അതിനകത്തെ സ്ത്രീകൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് അറിവില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ വീട്ടിലിരിക്കുന്നവരോട് വിലപേശുന്ന, വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഏഷ്യാനെറ്റിനെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും ആ കാര്യത്തിലുണ്ടായിട്ടില്ല.